നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20. അങ്ങനെ രണ്ടാഴ്ചയിലേറെ കാലമായിട്ട് വിപണിക്ക് അനുകൂലമായ കാര്യമായ ന്യൂസുകളൊന്നും വന്നില്ലെങ്കിൽ ഇന്ന് വിപണിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആണ്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുഎസിന് മിലിറ്ററി സഹായം നൽകുന്നതിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്നും GCC രാഷ്ട്രങ്ങൾക്ക് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട്സുകൾ വരുന്നുണ്ട്. എന്നാൽ രണ്ടാഴ്ചകൾക്ക് മുന്നേ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്നും യുഎസുമായിട്ടും യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ലെന്നുള്ള സൂചനകൾ വന്നതിന് ശേഷം കാര്യങ്ങൾ സ്റ്റാൻഡ്സ്റ്റിലായിട്ട് തുടരുകയായിരുന്നു. എന്നാൽ ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിച്ചേക്കാമെന്നുള്ള പ്രസ്താവന വരികയും ചെയ്തു. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ ഡേ ലോയായ 24,026 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ശക്തമായി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തതായി 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിൽ കൂടിയിട്ടും ഈ ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് 23,600 എന്ന ലെവലാണ് ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നിലകൊള്ളുന്നതും. എന്നാൽ ഇന്ന് നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ബാക്ക് സാധ്യമാവുകയാണെങ്കിൽ 24,200 എന്ന ലെവലിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. എങ്കിലും ബൗൺസ് ബാക്ക് എത്ര നേരം തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയവും നിലനിൽക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ 24,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ന് നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതല്ലെങ്കിൽ 24,026 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ശക്തമായി ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 5 മണിയോടുകൂടി ജൂലൈ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ യുഎസിൽ നിന്നും നിലനിൽക്കുന്നില്ലെങ്കിലും ഇന്നലെ ലോകമാകമാനം ഉറ്റുനോക്കിയിരുന്ന യുഎസിൽ നിന്നുമുള്ള FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു. ഏകദേശം രാത്രി 11:30 ശക്തമായ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ മാസം ജൂലൈ 28-29 നടന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള ആവശ്യകതയെക്കുറിച്ചുള്ള ആശങ്കകൾ അതിശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു, ഇൻഫ്ലേഷനെ പിടിച്ചു കെട്ടുവാനായിട്ട്. അതിനാൽ തന്നെ ഇന്നലത്തെ FOMC മിനിറ്റ്സിന്റെ റിലീസ് ഹോക്കിഷ് ആയിട്ട് തന്നെയാണ് മാറുകയും ചെയ്തത്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഹോക്കിഷ് ആയിട്ടുള്ള സ്റ്റാൻസ് FOMC മിനിറ്റ്സിൽ വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മോശമാണ് താനും. തുടർച്ചയായി ഇന്നലെ 7ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ഏകദേശം നിഫ്റ്റിയിൽ നിന്നും ഈ 7 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 2% ഇടിവും നേരിടേണ്ടി വന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും 407.99 കോടി രൂപയ്ക്ക് ബൈയിങ് തുടർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,973.72 കോടി രൂപയ്ക്കും ബൈയിങ് തുടർന്നു. നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ എണ്ണയുടെ വിലയിൽ വലിയ ഉയർച്ചതാഴ്ചകൾ നേരിടുന്നുമുണ്ട്. ഏകദേശം 6 മാസത്തോളം കാലമായിട്ട് പലർക്കും ഉള്ള സംശയമാണ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ചതാഴ്ചകൾ ഏതൊക്കെ സ്റ്റോക്കിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന്. ഇന്നലെ ഒരാൾ അത് കമന്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്തു. ആദ്യമായി തന്നെ എണ്ണയുടെ വില വർദ്ധിക്കുമ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനികൾക്കാണ് അതിന്റെ ഗുണം ലഭിക്കുക. അവയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉപകാരപ്പെടുന്ന സ്റ്റോക്കുകൾ ONGC, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്കാണ്. എന്നാൽ അതേസമയം എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് പെയിന്റ് സ്റ്റോക്കുകളെയും എയർ ടർബൈൻ ഫ്യൂവലുകളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് മൂലം അത് ഏവിയേഷൻ സ്റ്റോക്കുകളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. പെയിന്റ് കമ്പനീസ് പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ളത് ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അതേസമയം ഏവിയേഷൻ സ്റ്റോക്കുകളിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻസ്, സ്പൈസ് ജെറ്റ് തുടങ്ങിയവയുമാണ്. കൂടാതെ ടയർ മാനുഫാക്ചറിംഗ് കമ്പനികളെയും എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ MRF, അപ്പോളോ ടയേഴ്സ് തുടങ്ങിയ ടയർ മേക്കിംഗ് സ്റ്റോക്കുകളെ ബാധിക്കുകയും ചെയ്യും. കൂടാതെ നിലവിൽ ഇന്ത്യയിലെ എണ്ണയുടെ വിലയിൽ
ശക്തമായ കൺട്രോൾ ഗവൺമെന്റിന്റെ കയ്യിലുള്ളതിനാൽ തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയായ BPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, IOCL തുടങ്ങിയ സ്റ്റോക്കുകളെയും ബാധിക്കുകയും ചെയ്യും. കാരണം എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് അവരുടെ മാർജിനെ ശക്തമായിട്ട് പ്രഷർ ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ. എന്നാൽ വില ഇടിയുമ്പോഴോ നേരെ വിപരീതമായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും ഈ പറഞ്ഞ മേഖലകളിലും സ്റ്റോക്കുകളിലും അനുഭവപ്പെടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് കാമ ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, മസ്ഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, NIIT, നാറ്റ്കോ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെ എക്സ് ഡേറ്റ് ആണ്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് ഇന്നലെ നേരിയ നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ ഇൻഫോസിസ് ADRന് 1.25% വിപ്രോയ്ക്ക് 2% നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം ഡോക്ടർ റെഡ്ഡീസിന് 0.33%, HDFC ബാങ്കിന് ഫ്ളാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും, ICICI ബാങ്ക് ADRന് 0.64% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ FOMC മിനിറ്റ്സിന്റെ റിലീസിൽ ഹോക്കിഷ് ആയിട്ടുള്ള പുഷാണ് വന്നതെങ്കിൽ കൂടിയിട്ടും 2 ട്രേഡിംഗ് സെഷനുകളായിട്ട് യുഎസിലെ ട്രഷറി ബോണ്ട് ഈൽഡിൽ അനുഭവപ്പെട്ട മൾട്ടിപ്പിൾ ഡെക്കേഡ്സിന് ശേഷമുണ്ടായ ഉയർച്ചയുടെ ഫലമായിട്ട് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും ഇന്നലെ US മാർക്കറ്റിൽ ട്രഷറി ബോണ്ട് ഈൽഡ് കൂൾ ഓഫ് ആവുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. തുടർന്ന് US മാർക്കറ്റുകൾക്ക് ഈ ആഴ്ചയിലെ ആദ്യ 2 ട്രേഡിംഗ് സെഷനുകളിൽ നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവിന് ശേഷം S&P 500ന് 0.21%, നാസ്ഡാക്കിന് 0.16% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%, കൊറിയൻ മാർക്കറ്റ് 4.5% നേട്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിൽ ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് എണ്ണയുടെ വില നേരിയ തോതിൽ കൂൾ ഓഫ് ആയെങ്കിൽ കൂടിയിട്ടും ഇന്ന് രാവിലെയും വീണ്ടും 0.5% ഉയർച്ചയാണ് എണ്ണയുടെ വിലയിൽ അനുഭവപ്പെടുന്നത്. എങ്കിലും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോഴുണ്ടായിരുന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $91.96 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $84.60 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില ഇന്നലെ ശക്തമായി തന്നെ കുതിച്ചു. തുടർന്ന് ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം 4500 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാവിലെ 0.5% ഇടിവാണ് ഗോൾഡിൽ അനുഭവപ്പെടുന്നതെങ്കിലും $4507.63 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.7 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാക്സ് പെയിൻ 24,300 എന്ന ലെവലിൽ നിന്നും 24,200 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല, മിനിങ്ങാന്നുണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുള്ള ടിപ്പ് നഷ്ടപ്പെട്ടിരുന്നു. ഇന്നലെയും അത് തുടരുക തന്നെയാണ് ചെയ്തത്. RSIയും 44 പോയിന്റ് ചില്ലറയിൽ നിന്നും ഇന്നലെ നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് 42.22 എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 24,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,100 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഷിപ്പ് റോക്കറ്റ്, ഗോൾഡ്മാൻ സാച്ചസ് 53 കോടി ഷെയർസ് സ്റ്റോക്കിൽ സ്വന്തമാക്കി. ശുഭം പേപ്പേഴ്സ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുള്ള കമ്പനിയുടെ ഫാക്ടറി വളപ്പിലെ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഗോഡൌണിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തീപിടുത്തമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഭാരതി എയർടെൽ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കേസിൽ എയർടെല്ലും ഇൻഡസ് ടവറും തമ്മിലുള്ള കേസിൽ കേന്ദ്ര സർക്കാരിന്റെ പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി തള്ളി. ജെൻസോൾ എഞ്ചിനീയറിംഗ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിക്ക് 672 കോടിയിലധികം രൂപയുടെ നഷ്ടം വരുത്തിയെന്നാരോപിച്ച് ജെൻസോൾ എഞ്ചിനീയറിംഗ്, അതിന്റെ ഉപസ്ഥാപനമായ ജെൻസോൾ EV ലീസ്, ബ്ലൂ സ്മാർട്ട് സ്ഥാപകർ എന്നിവർക്കെതിരെ CBI FIR രജിസ്റ്റർ ചെയ്തു. ധേനു ബിൽഡ്കോൺ ഇൻഫ്ര 1000 കോടി രൂപയുടെ
വായ്പാ തട്ടിപ്പ് പദ്ധതി സെബി കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. തിരുമലായി കെമിക്കൽസ്, വഡോദരയിലെ സെൻട്രൽ GST ആൻഡ് സെൻട്രൽ എക്സൈസ് ഓഡിറ്റ് കമ്മീഷണറേറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് സെഷൻ 65 പ്രകാരമുള്ള ഷോക്കോസ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. HDFC ബാങ്കിലെ ഓഹരി പങ്കാളിത്തം 4% നിന്ന് 10% ഉയർത്തുവാൻ LICക്ക് RBIയുടെ അനുമതി ലഭിച്ചു. ഓയിൽ ഇന്ത്യ ₹1 പെർ ഷെയർ എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഫൈനൽ ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ 4, 2026 ആണെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. PTC ഇന്ത്യ ₹5 പെർ ഷെയർ എന്ന നിലയിൽ ഫൈനൽ ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 7, 2026 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. റിഫെക്സ് റിന്യൂവബിൾസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഷെരീഷ സോളാർ LLPയുമായി ബന്ധപ്പെട്ട പാപ്പരാത്ത നിയമ തർക്കങ്ങൾ ഒത്തുതീർപ്പിലൂടെ പരിഹരിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് 16,66,667 ഇക്വിറ്റി ഷെയർസ് ₹150 പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ ബൈബാക്ക് ചെയ്യുവാനായിട്ടുള്ള തീരുമാനം കമ്പനി എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്.